കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇന്നത്തെ ഏതാതെ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഹലോ മാം, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഫൗസിയ എന്നാണ്. ഞാന് കുറച്ച് നാളായിട്ട് എനിക്കൊരു ഫിസിക്കൽ പ്രോബ്ലം കാരണം കൊണ്ട് എനിക്ക് കുറച്ച് നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇതുപോലെ റെക്കോർഡഡ് ക്ലാസ് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ എന്റെ. അപ്പൊ എനിക്ക് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൽ ജോയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാന് ജസ്റ്റ് അതിനിടയിൽ ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റേ ബാക്കിയുള്ളതോടെ കംപ്ലീറ്റ് ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ ക്ലാസ് കയറിയതാണ്. മുന്നത്തെ ക്ലാസ് ഇല്ലാതെ നമ്മളിതിൽ കയറുമ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ കയറുന്ന പോലെ റെക്കോർഡഡ് ക്ലാസ് എനിക്ക് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ്. ഞാൻ മുന്നേ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ജോയിൻ ചെയ്തതാണ് മാം. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞുതരും നമുക്ക് എന്താ മനസ്സിലായെന്നുള്ള ഈ ചാപ്റ്ററിനെ കുറിച്ചൊക്കെ. പുതിയൊരു യൂണിറ്റ് എടുത്തിരുന്നത്. ഇന്നാരെ പ്രേയർ പറയണത്? ആരും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ലേ? അഫ്ന അല്ലാതെ സ്വപ്നയല്ലേ പറയാറ്? പറഞ്ഞു. വേറൊരാളും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഓക്കെ, സനിത അല്ലേ? Thank you, God, for the word so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ആക്ടിവിറ്റിയുടെ കാര്യം അങ്ങനെ എന്തെങ്കിലും? അല്ലെങ്കിൽ ഓണമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നോണ്ടൊക്കെ മറന്നുപോയി എല്ലാവരും? ഇല്ല മാം, ഒരു ആക്ഷൻ സോങ് പഠിച്ചുകൊണ്ട് നമ്പർ വെച്ചുള്ള ആക്ഷൻ സോങ്. ഓർമ്മയുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും? Yes ma'am. ഓക്കെ. ഫൗസി അല്ലേ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കണത്? അതെ മാം. ഓക്കെ. നമ്മുടെ സ്റ്റുഡൻസ് എന്നാ അവർക്ക് ഈ ചാപ്റ്ററിൽ എന്താ മനസ്സിലായെന്ന് മോന് പറഞ്ഞുതരൂ കേട്ടോ. എല്ലാവരും മ്യൂട്ട് ആയിട്ടിരിക്കുക. ഞാൻ വിളിക്കണവര് മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളുടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ടീച്ചേഴ്സിന് എന്താണ് റോൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവര് പറഞ്ഞുതരും എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നും അതേപോലെ തന്നെ എന്താ പറയാ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ കേട്ടോ. ആരാ പറയാൻ റെഡി ആയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ? ആരുമില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഓരോ പേര് വിളിക്കൂട്ടോ ഓരോരുത്തരുടെ. പറയണ്ടേ? എടാ, ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണെന്നും അതിന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പറയണ്ടേ, ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് പിന്നെ എന്താണ് രണ്ടൊന്ന് ആൻസൈറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് പഠിച്ചു. അത് കഴിഞ്ഞ് എന്തായിരുന്നു റോൾ ഓഫ് എ ടീച്ചർ, അതും നോക്കി. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഒന്ന് ഓർത്തെടുക്കാനാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എല്ലാം നിങ്ങളോട് നമ്മൾ പഠിച്ച് മറന്നു പോയിട്ടുണ്ടാവുമല്ലോ, അതൊന്നും എന്ത് ചെയ്യാം റിവൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതിങ്ങനെ വായിച്ചിട്ട് മനസ്സിലാണ് പറഞ്ഞാൽ മതിയോ? ഓർമ്മയില്ല. ഓർമ്മയില്ല അല്ലെ? ആർക്കും ഓർമ്മയില്ല? വായിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോഴേക്കും വായിച്ചു നോക്കട്ടെ ബാക്കിയുള്ളവര്. പറഞ്ഞ മോനെ സരിത. ഉത്തേജിപ്പിക്കുക അല്ലെ അത്ഭുതപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന
ഇമോവേർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇമോഷൻസ് എന്ന ഒരു വേർഡ് വാക്കുണ്ടായത്. അതായത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉത്തേജിക്കപ്പെട്ട അവസ്ഥയെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വികാരങ്ങൾ അനുഭവപ്പെടുമ്പോൾ അയാൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല അപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു വൈകാരിക ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു പോകും. അഥവാ ശക്തമായിട്ടുള്ള ഒന്നാണ്, അത്രക്ക് ശക്തമായിട്ടുള്ള ഒന്നാണ് ഇമോഷൻസ് അഥവാ വികാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതായത് നമ്മുടെ ഉള്ളിലുള്ളതോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഉള്ള ഒരുപാട് എന്താ പറയാ ചോദനകൾക്ക് അനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇമോഷൻസിന്റെ ഇത്രയും കാര്യങ്ങളല്ലേ അറിയുള്ളൂ മിസ്. പിന്നെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. ചില കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ടീച്ചർ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, അല്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ചില കുട്ടികൾ പല വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണല്ലോ. അപ്പൊ അതൊക്കെ ടീച്ചർ മനസ്സിലാക്കി കുട്ടികൾക്ക് അതൊന്നും ഇല്ല, ഇനി അഥവാ കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത് സ്കൂളിൽ തന്നെ ടീച്ചർ അതൊരു ചെയ്യാനുള്ള ഒരു ഇത് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടികളിലുള്ള പല കഴിവുകളും ഒളിഞ്ഞിരിക്കുന്ന പല കഴിവുകളും ഉണ്ടായിരിക്കാം. അതൊക്കെ ടീച്ചർ കുട്ടികളിൽ നിന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ടീച്ചർക്ക് അത് സാധിക്കണം. പിന്നെ ചില കുട്ടികൾ ബാക്കൗട്ട് ആയിരിക്കും. അതായത് ചിലപ്പോൾ ശാരീരികമായിട്ടോ അല്ല എന്തെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ നിർത്തിക്കൊണ്ട് അവരെ കൂടുതൽ നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ടീച്ചർക്ക് പ്രധാന റോൾ ഉണ്ട്. ഇത്രയൊക്കെ അറിയുള്ളൂ ടീച്ചറെ. മാം പറയാമോ? ഹലോ സോറി കേട്ടോ. ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇമോഷൻസ് നമ്മളുടെ പറഞ്ഞ പോലെ ഒരു ഔട്ട് ബ്രേക്ക്, നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന്റെ ഒരു എക്സ്ട്രീം ഇത് വരുന്നതാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് ചൈൽഡ്ഹുഡിൽ അത് കൂടുതലായിരിക്കും. കുട്ടികൾ കുറച്ചും കൂടെ ഇമോഷണലി കുറച്ചും കൂടെ കൂടുതലായിരിക്കും കാണിക്കുക. അതായത് അവർക്ക് എല്ലാം കൂടുതലായിരിക്കും. പെട്ടെന്ന് ദേഷ്യം, പേടി, അതുപോലെ ജലസി, ഇതൊക്കെ അസൂയ, അങ്ങനെ കുട്ടികൾക്ക് പെട്ടെന്ന് കുട്ടികളോട് തന്നെ അസൂയപ്പെടുക, അങ്ങനത്തെ കുറച്ച് കൂടുതലായിരിക്കും അവർക്ക്. അവരത് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ എക്സ്പ്രസ് ചെയ്യണ ഡിഫറെന്റ് വേയിലായിരിക്കും. ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കാം, കൈ ഇങ്ങനെ അങ്ങനെ പല രീതിയിലായിരിക്കും അവരെ ഇമോഷൻസ് പുറത്ത് കാണിക്കുക. അത് വളരെ എന്താ പറയാ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചില സമയത്ത് ഇമോഷൻസ്. അത് ടെമ്പററി ആയിരിക്കും, കുറച്ച് നേരേ ഉണ്ടാവുള്ളൂ. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ മാറും. കുറച്ച് ഇമോഷൻസ് ഇമോഷണൽ ഇംബാലൻസ് വന്നാലും കുറച്ച് കഴിയുമ്പോൾ അവരത് മാറും. പിന്നെ അവർക്ക് എന്താ പറയാ അവർ കാണിക്കുന്നത് ഇങ്ങനെ കടിക്കുകയോ തമ്പ് സക്കയോ അല്ലെങ്കിൽ കരയോ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദറിന്റെയും കുട്ടീൻ്റെയും അമ്മൻ്റെയും കുട്ടീൻ്റെ ഇടയിലുള്ള ഇമോഷൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ കൂടുതലും കാണിക്കുക ഇമോഷണലി ഒരു വ്യത്യാസങ്ങളൊക്കെ കാണിക്കുക. കൂടുതൽ റിലേഷൻ അമ്മനെയും കുഞ്ഞിനെയും ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഇപ്പൊ അവരെപ്പോഴും അമ്മയുടെ അടുത്തായിരിക്കും സേഫ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ 2 ടൈപ്പാണ് ഇമോഷൻ. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിന്റെ അടുത്ത് നിന്ന് വേറൊരാളെ, മദറല്ലാതെ അല്ലെങ്കിൽ അവരെപ്പോഴും കാണുന്ന ആളല്ലാതെ പുറത്ത് വേറൊരാളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആൻസൈറ്റി, അതൊരു ടൈപ്പ് ഓഫ് ഇമോഷൻ ആണ്. അവർക്കപ്പോൾ പേടി വരും, അവർ ചിലപ്പോൾ കരയും, ബഹളം വെക്കും, പുറത്തുള്ള ഒരാളെ കാണുമ്പോൾ അടുത്തേക്ക് പോവില്ല, അങ്ങനത്തെ ഒരു ഇമോഷൻ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ആൻസൈറ്റിയോ അങ്ങനെ എന്തോ, സെപ്പറേഷൻ
മറന്നുപോയി ഞാനത്. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂളിലൊക്കെ ഫസ്റ്റ് ടൈം വിടുമ്പം അവര് ചെറുപ്പത്തിലെ ഒരു ഏജ് ആവുന്നവരെ അവർക്ക് നമ്മളെ വിട്ടു പോകാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. സെപ്പറേഷൻ, അമ്മയുടെ അടുത്ത് നിന്ന് വിട്ട് കുറച്ചു നേരം നിൽക്കാൻ അവർക്ക് പറ്റില്ല, അമ്മനെ കാണാണ്ട്. അതൊരു ഇമോഷണൽ ഫീലിംഗ് ആണ്. അപ്പൊ അവരത് ആ ഇമോഷൻ അവർക്ക് ഉണ്ടാവും. സെപ്പറേഷൻ, അവര് അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടു പോകുമ്പോഴുള്ള ഒരു വിഷമവും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവും. അതൊരു എമോഷണൽ ഫീലിംഗ് ആണ്. അപ്പൊ അവർ കരയുകയും കുറെ ഒരു KG1 KG2 വരെയൊക്കെ അവർ ചിലപ്പോൾ കരഞ്ഞു തരും. പിന്നെ അത് വലുതാവും, സെപ്പറേഷൻ ആൻസൈറ്റി വലുതാവും തോറും ഈ സ്ട്രേഞ്ചേഴ്സ് ഫിയർ ഒക്കെ ആൻസൈറ്റി ഒക്കെ വലുതാവും തോറും അതിങ്ങനെ കുറഞ്ഞ് ഇല്ലാണ്ടാവും. ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇമോഷണലി ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ടീച്ചേഴ്സ് മനസ്സിലാക്കുക. ആ സിറ്റുവേഷനിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ടീച്ചേഴ്സിന്റെ കടമയാണ്. കാരണം ഇപ്പൊ സെപ്പറേഷൻ ആൻസൈറ്റി തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് മെയിൻ ആയിട്ട് അത് ഉണ്ടാവുക. അപ്പം സ്കൂളിൽ വരുന്ന കുട്ടികൾ, ആ ഏജിലുള്ള കുട്ടികൾക്ക് സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ട്. അപ്പം അതിന് ആ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് ടീച്ചേഴ്സിന്റെ കടമയാണ്. കാരണം പിന്നെ വരുന്നത് ടീച്ചേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ അവർക്ക് ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് എങ്ങനെ നമ്മൾ അവരതിനെ ഓവർകം ചെയ്യിപ്പിക്കണം, അവരങ്ങനെ എൻഗേജ്ഡ് ആക്കണം, അത് മറപ്പിക്കണം, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കണം എന്നുള്ളത് ടീച്ചേഴ്സിന്റെ റോളാണ്. അതിൽ ടീച്ചേഴ്സിന് വലിയൊരു ഇമ്പോർട്ടന്റ് പങ്കുണ്ട്. അത്രേ ഉള്ളൂ. നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു മാം. ഇനി ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണ്ട നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? ഞാൻ പറയാം. ബിബിത പറഞ്ഞോടാ. ഞാൻ ആദ്യം വിളിച്ചാണല്ലോ ബിബിതന, പറഞ്ഞോടാ. ഇമോഷൻ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഇമോഷൻ വ്യത്യസ്തമായിരിക്കും. അത് അവർ പല രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സാഡ് ആയിരിക്കാം, ലവ് ആയിരിക്കാം, ഹാപ്പിനെസ് ആയിരിക്കാം, ചിലർക്ക് പേടിയായിരിക്കാം. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കുട്ടികളുടെ ഇമോഷൻ ആകുമ്പോൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇമോഷൻസ് കുട്ടികൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ പെട്ടെന്ന് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യും. അത് കരച്ചിലൂടെ ആയിരിക്കാം, ചിലപ്പോ തമ്പ് സക്കിങ്ങിലൂടെ ആയിരിക്കാം, ബൈറ്റിങ്ങിലൂടെ ആയിരിക്കാം. അങ്ങനെ പല രീതിയിലായിരിക്കും അവർ പെട്ടെന്ന് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത്. അവർ പല ആക്ടിവിറ്റീസിലൂടെ ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. കുട്ടികളും അമ്മയും തമ്മിൽ നല്ല റിലേഷനിലാണെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് കുട്ടികളിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് അറിയാത്ത ആളുകളെ കാണുമ്പോൾ പേടിക്കും, പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇതിനെ സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നു. സ്കൂളിലേക്ക് കുട്ടികളെ വിട്ടിട്ട് അമ്മമാര് തിരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് പേടി വരും. അതിനെ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നാണ് പറയുന്നത്. കുട്ടികളെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് കരയും. കുട്ടികളുടെ ഇമോഷൻ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് കരയും. പല രീതിയിലുള്ള പേടികൾ കുട്ടികൾക്ക് ഉണ്ടാവാം. ചിലപ്പോ ഉച്ചത്തിലുള്ള സൗണ്ട് കേൾക്കുമ്പോ, പിന്നെ ഡാർക്ക്നെസ്, അല്ലെങ്കിൽ ചില മൃഗങ്ങളെ കാണുമ്പോ, ചില ആൾക്കാരെ കാണുമ്പോ, ഇതൊക്കെ ആ പേടിയിൽ വരാം. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് പേടി ഉണ്ടാവാം. ഇതെല്ലാം ഈ പേടിയിൽ പെടുന്നതാണ് കുട്ടികളുടെ. പിന്നെ അടുത്തത് പഠിച്ചത് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് നമുക്ക് 5 തരത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് വണ്. ഹെൽത്തും ഇമോഷനും തമ്മിൽ പോസിറ്റീവ് റിലേഷനിലാണ്. എന്തെങ്കിലും ഫിസിക്കൽ ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് അവർ സാധാരണ കുട്ടികളെക്കാളും ഇമോഷൻ ഡെവലപ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും അപ്സെറ്റ് ആയിരിക്കും. വീക്കായ കുട്ടികളെ നമ്മൾ എപ്പോഴും വേർതിരിക്കാതെ കാണണം. സ്കൂളിലായാലും വരുമ്പോൾ അവർ വീക്ക് ആണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് അവരെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ നോക്കണം. അവരെ മാറ്റി നിർത്താൻ ഒരിക്കലും പാടില്ല. അതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നത്. പിന്നെ ഇന്റലിജൻസ്. ഹൈ ഇന്റലിജന്റ് ആയ കുട്ടികൾക്ക് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം ലോ ഇന്റലിജന്റ് ആയ കുട്ടികൾക്ക് അവരുടെ ഇമോഷൻ ലെസ് ആയിരിക്കും. അവർ ഇമോഷൻ പെട്ടെന്ന് പ്രകടിപ്പിക്കും. ഇന്റലിജന്റ് ആയ കുട്ടികൾക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് ചിന്തിച്ചിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതാണ് ഇന്റലിജൻസിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഫാമിലി. ഫാമിലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം കുട്ടികൾ അവർ വളർന്നു വരുന്ന ഫാമിലിയെ അനുകരിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പൊ മുതിർന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവര് കണ്ട് മനസ്സിലാക്കി അതുപോലെ അവരെ കോപ്പി ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഫാമിലിയിൽ നല്ല അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവരുടെ ഇമോഷനും നല്ല രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ. കുട്ടികൾ ചുറ്റുപാടിനനുസരിച്ച് അവരുടെ ഇമോഷന് ഏറ്റവും കൂടുതൽ ബാധിക്കും.
സ്കൂളിൽ ഫിസിക്കൽ ഫെസിലിറ്റീസ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ആക്ടിവിറ്റീസ്, ഇതൊക്കെ അവരുടെ ഇമോഷനിലെ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. പിന്നെ അടുത്തത് വരുന്നത് പീർ ഗ്രൂപ്പ്. സോഷ്യലായിട്ട് കുട്ടികൾ കൂട്ടുകൂടുമ്പോൾ അത് കുട്ടികളുടെ ഇമോഷൻ ഡെവലപ്മെന്റിനെ ബാധിക്കും. നല്ല ഫ്രണ്ട്ഷിപ്പ് സ്കൂളിൽ കൂട്ടുകൂടുകയാണെങ്കിൽ അവരുടെ ഇമോഷന് നല്ല രീതിയിലായിരിക്കും. പിന്നെ അടുത്തത് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ചുറ്റുപാടിൽ നിന്നും കുറേ ഇമോഷൻസ് അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. മോശമായ ചുറ്റുപാടിലാണ് വളരുന്നതെങ്കിലും അവരുടെ ഇമോഷൻസും ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡിൽ വരുന്നത്. പിന്നെ അടുത്തത് റോൾ ഓഫ് ടീച്ചറാണ്. റോൾ ഓഫ് ടീച്ചർ പറഞ്ഞാൽ ഫിസിക്കല് വീക്കായ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ ആ സ്കൂൾ മാനേജ്മെന്റ് നേരത്തെ തന്നെ തയ്യാറെടുക്കേണ്ടതാണ്. അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഫാമിലി, കുട്ടി വളർന്നു വരുന്ന ഫാമിലി ഒരു മോശമായ രീതിയിലാണെങ്കിൽ ആ കുട്ടി സ്കൂളിൽ വന്നു കഴിയുമ്പോൾ ആകെ ഡെസ്പായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഒരു കുട്ടിക്ക് പ്രശ്നമെന്ന് ആ കുട്ടി 2 ദിവസം കണ്ടു കഴിയുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുട്ടി മോശമായ രീതിയിൽ നിന്നാണ് കുട്ടി വരുന്നതെങ്കിൽ ഇത് കുട്ടിയുടെ ഇമോഷനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് അവരുടെ ഫാമിലിയെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട്, സ്കൂളിൽ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ല റിലേഷനിലാണെങ്കിൽ അവരുടെ ക്യാരക്ടറും ചേഞ്ച് ആവും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരെ ടീച്ചേഴ്സിന് സപ്പോർട്ട് ചെയ്യാനും പറ്റും. ഇത്രയാണ് പഠിച്ചത്. ഓക്കെ എടാ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വിവിധ. താങ്ക് യു മാം. ഇനി ആരാ എക്സ്പ്ലെയിൻ ചെയ്യണത്? അഫ്ന. അഫ്ന മോൾ. Yes, ma'am. മോൾ എക്സ്പ്ലെയിൻ ചെയ്യോ? Okay, ma'am. ഓക്കെ എടാ, പറഞ്ഞോട്ടാ. മ്യൂട്ട് ആവണം. ഓക്കെ. ഒരു സംഭവത്തിനോട് മനുഷ്യൻ നൽകുന്ന പ്രതികരണം, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന ഇതിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടം വരുമോ, ദേഷ്യം വരുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് ഒരാള് ഒരു സംഭവത്തിനോട് പ്രതികരിക്കുന്ന രീതിയാണ് ഇമോഷൻസ്. ഇമോഷൻസ് എപ്പോഴും ടെമ്പററി ആയിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അത് പെട്ടെന്ന് പുറത്തു വരും. പിന്നെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ചിരിക്കും, കരയും, വാശി പിടിക്കും, അങ്ങനെയൊക്കെയുള്ള ഓരോ ഭയങ്കര വാശിയായിരിക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ. റെഗുലർ ആയിട്ട് നല്ല ഭയങ്കര ഇമോഷൻസ് ആയിരിക്കും. പിള്ളേർ അവരുടെ ഇമോഷൻസ് കാണിക്കുന്ന ഓരോ സാധനത്തിലൂടെയൊക്കെ ആയിരിക്കും. അതായത് കളിപ്പാട്ടമൊക്കെ വലിച്ചെറിയുക, അങ്ങനെയൊക്കെ. പിന്നെ തീരെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ കരഞ്ഞു കാണിക്കും. പിന്നെ അധികം മറ്റുള്ളവരോടൊന്നും സംസാരിക്കാതെ അവരുടെ ദേശീയ വഴക്കൂടി ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിക്ക് കാണിക്കും. പിള്ളേരുടെ ഇമോഷൻസ് എപ്പോഴും കഠിനമായിരിക്കും. ഒരു കാരണമില്ലാതെ പിള്ളേർ കരയോ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അവരുടെ ഇമോഷൻസ് അവർക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കില്ല, അവരത് എപ്പോഴും പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കും. നഖം കടിക്കോ അല്ലെങ്കിൽ വിരൽ ഞെരിച്ചോ അങ്ങനെയൊക്കെ പുറത്ത് കാണിക്കും. 2 തരം ആങ്സൈറ്റി ആണുള്ളത്, സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും. സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്നുണ്ടാവും, അതായത് നമുക്ക് പരിചയമില്ലാത്തവരെ കാണുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു പേടിയാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ പിള്ളേരെ ഇത്രയും നാൾ നമ്മുടെ കൂടെയൊക്കെ നടന്നിട്ട് പെട്ടെന്ന് അംഗൻവാടിയിലോ സ്കൂളിലൊക്കെ കൊണ്ടുവിടുമ്പോൾ അമ്മേനെയും ഒക്കെ വേണ്ടപ്പെട്ടവരൊക്കെ പിരിഞ്ഞിരിക്കുന്ന ഒരു വശമാണ് സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നെ ഇമോഷൻ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, ഫാമിലി അറ്റ്മോസ്ഫിയർ, പിന്നെ സ്കൂൾ പരിസരമൊക്കെ, ഹെൽത്ത്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഇതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. പിന്നെ റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും വിസിബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ വരുന്ന ഒരു കൊച്ചിന് എന്തെങ്കിലും കാലിന് വയ്യായിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ ഉള്ള സ്കൂളാണെങ്കിൽ നേരെയുള്ള പിള്ളേർക്ക് സ്ട്രെച്ചറും കൊണ്ട് കയറാൻ പാകത്തിനുള്ള രീതിക്കുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ
ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അല്ലാതെ ഇത് വീക്ക് ആയിട്ടുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് അവരുടേതായ രീതിക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഇതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഉള്ളത് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് അധികം പേരൻസ് ഒന്നും അങ്ങനെ വഴക്ക് കൂടാതിരിക്കുക, അവരുടെ മുമ്പിൽ സ്നേഹത്തോടെ പെരുമാറുക. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ കാണുവാണെങ്കിൽ അവർ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല സ്നേഹത്തോടെ അതെന്നാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരവും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇതിനൊക്കെ ബാധിക്കും. പിന്നെ പ്രീ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പിള്ളേര് തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്, ഇപ്പൊ വീടിന് അടുത്തുള്ളവരായിരിക്കും അല്ലെങ്കിൽ സ്കൂളിൽ ഒന്നിച്ച് പഠിക്കുന്നവരായിരിക്കും, അവര് തമ്മിലൊരു പ്രത്യേക ഒരു ബോണ്ടിങ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് വഴി നമ്മുടെ കൂട്ടുകാർ വഴി എങ്ങനെയും സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അതിലും പറ്റത്തില്ലെങ്കിൽ ടീച്ചേഴ്സിനോ പേരൻസിന്റെ ഒക്കെ ഹെൽപ്പ് തേടുക. അങ്ങനെയൊക്കെ അതൊക്കെ മിസ് എനിക്ക് മനസ്സിലായേ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, മനസ്സിലായതൊക്കെ. ഇനി ആരാ പറയണ എക്സ്പ്ലെയിൻ ചെയ്യണേ? ഒരാളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ദിവ്യ ഉണ്ടല്ലോ. ദിവ്യ മോനെന്താ മനസ്സിലായെന്ന് പറഞ്ഞേ? ഓക്കെ, നീന മോനെന്താ മനസ്സിലായെന്ന് പറയണോ കേട്ടോ. നമ്മൾ ഈ ചാപ്റ്റർ എടുത്തപ്പോ ഓക്കെ, ഇമോഷൻ ഡെവലപ്മെന്റ് കേട്ടോ. ഓക്കെ മാം. നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കുന്ന അവസ്ഥയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ടോപ്പിക്കിനോടായിരിക്കും നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പെട്ടെന്ന് ഇമോഷൻ, അത് സന്തോഷമായാലും ദുഃഖമായാലും എന്താണേലും പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അത് കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. കുട്ടികൾ പെട്ടെന്നായിട്ട് ഫീലിങ്സ് എല്ലാ ഇമോഷൻസും പെട്ടെന്ന് പ്രകടിപ്പിക്കും. പക്ഷെ അവരുടെ അത് സ്റ്റേബിൾ ആയിരിക്കില്ല, അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിൽ തീരെ ചെറിയ പിള്ളേരാണെങ്കിൽ നല്ലപോലെ ഉച്ചത്തിൽ കരയും, പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തെറിയുക, വിരല് സക്ക് ചെയ്യുക, അങ്ങനെയുള്ളതായിരിക്കും കുഞ്ഞുങ്ങൾ കാണിക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് 2 തരം ആങ്സൈറ്റി ആണുള്ളത്. ഒന്ന് സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും പിന്നെ വന്നിട്ട് സെപ്പറേഷൻ ആങ്സൈറ്റിയും. സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ വീട്ടുകാരുമായിട്ട് മാത്രമായിട്ടും ഒതുങ്ങിയിട്ടുണ്ടാകുക. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ അവർക്ക് അവരുമായിട്ട് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്ന് വിടുമ്പോൾ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ടൈം അമ്മയുടെയും അപ്പന്റെ അടുത്തുനിന്ന് പാരന്റ്സിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് കരച്ചിലായിട്ട് പ്രകടിപ്പിക്കും. അതാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ. പിള്ളേരുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളെ, ചേട്ടന്റെ ഒക്കെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവരിടയ്ക്ക് വന്നിട്ട് ഒച്ചയിടും. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഫക്ട് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, പിന്നെ ഇന്റലിജൻസ്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യില്ല. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് കുറച്ചുകൂടെ കെയർ ചെയ്യുകയും വേണം. അവരെ മറ്റുള്ളവരുടെ മുന്നിൽ കുട്ടികളോട് അത് ശ്രദ്ധിക്കാൻ പറയണം. അവരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയുള്ള കുട്ടികൾ പറഞ്ഞു കൊടുക്കണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഈ കുട്ടീനെ മാറ്റി നിർത്തരുത്, ഈ കുട്ടി നമ്മുടെ ക്ലാസ്സിലുള്ളതാണ്, അപ്പം അവനൊരു പ്രത്യേക കെയർ കൊടുക്കണം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്റലിജൻസ് ആയിട്ടുള്ള കുട്ടികൾ, ബുദ്ധിശക്തി കുട്ടികൾക്ക് അവരുടെ വികാരത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അല്ലാത്ത കുട്ടികൾക്ക് അത് ഏത് രീതിയിലേക്ക് പ്രകടിപ്പിക്കണം എന്നറിയില്ല. ചിലപ്പോൾ നല്ല പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികളായിരിക്കും. അപ്പം
ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷൻസ് കൂടുതലായിരിക്കും. അവര് അതിനനുസരിച്ചായിരിക്കും ബിഹേവ് ചെയ്യുക. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ എപ്പോഴും നമ്മളെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും കുട്ടികൾ അത് നല്ലപോലെ കോപ്പി ചെയ്തെടുക്കും. അത് തന്നെയായിരിക്കും അവർ പ്രകടിപ്പിക്കുക. പിന്നെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണോ വളരുന്നത്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണോ അതിനനുസരിച്ച് ആ കുട്ടികളും നല്ല ഹൈ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന കുട്ടികൾ എപ്പോഴും ആ ഒരു രീതിയിലായിരിക്കും. അവരുടെ ചുറ്റുപാട് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അവര് ബിഹേവ് ചെയ്യുക. പിന്നെ പിയർ ഗ്രൂപ്പ്, അവരുടെ ഫ്രണ്ട്സിനനുസരിച്ച് കുട്ടികൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുട്ടികളാണെങ്കിലും സ്കൂളിൽ വന്നിട്ടാണെങ്കിലും അങ്ങനെ ആയിരിക്കും. പിന്നെ അവര് ആ കൂട്ടുകാരുമായിട്ട് ഇടപഴകിയായിരിക്കും അവരുടെ ആ ഒരു രീതിയിൽ മാറ്റം വരുത്തുക. പിന്നെ കമ്മ്യൂണിറ്റി, ഒരാൾ ജനിക്കുന്ന സാഹചര്യം അനുസരിച്ച് അവരുടെ ചുറ്റുപാട് അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ജനിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പം എന്താ പറയാ, നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് എപ്പോഴും അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് മനസ്സിലായത് അങ്ങനെയാ, ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പം അത് അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് ടീച്ചർ, നമ്മൾ ഫിസിക്കലായിട്ട് വീക്ക് ആയിട്ടുള്ള കുട്ടികളെ ടീച്ചർ കുറച്ചുകൂടെ കെയർ ചെയ്യണം. അത് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ അങ്ങനെ ഒരു കുട്ടി അവിടെ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ആ കുട്ടികൾക്ക് വേണ്ട കെയറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലെ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ ആ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കണം. അത് അഡ്മിഷൻ ടൈമിൽ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെന്ന് പറയാൻ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ചിട്ട് അവൻ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പാരന്റ്സിനെ വിളിച്ച് സംസാരിക്കണം. എന്നിട്ട് എന്താണ്, ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കരുത്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ പോലെ പാരന്റ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ വന്നിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് ടീച്ചർ ഒരു സപ്പോർട്ടീവ് ആയിരിക്കണം. എനിക്ക് ഒരാളുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അവസാനത്തെ പോയിന്റ് അതാണെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായത്. നമ്മൾ എപ്പോഴും ആരെങ്കിലും ഉണ്ടെന്നൊരു തോന്നൽ ടീച്ചർമാര് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ടീച്ചറെ ഇത്രയായിട്ട് എനിക്ക് മനസ്സിലായതേ. ഓക്കേടാ, അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൗസിയ മോന് ക്ലാസ് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് മനസ്സിലായോ? മനസ്സിലായി മാം, താങ്ക് യു. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് കേട്ടോ. ഓക്കെ, ഇന്ന് ആക്ടിവിറ്റിക്ക് ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കണേ? റുക്കിയ, ഒന്ന് മെസ്സേജ് അയച്ചിടോ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരുടെ പേര് വിളിക്കാലോ. മെസ്സേജ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മതി, അവരുടെ പേര് വിളിക്കാം. ഓക്കെ, റുക്കിയ ഫസ്റ്റ് ഇത് ചെയ്തോ കേട്ടോ, അവതരിപ്പിച്ചോ. അങ്ങനെ തന്നെ പേര് വായിക്കാനായിട്ട്. എന്താണ് വീഡിയോ ഓൺ ആക്കണ്ടല്ലോ? വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയുള്ള വീഡിയോ ഓൺ ചെയ്താണ് അവതരിപ്പിക്കുക. ആ ഫിയർ കൊണ്ട് മാറിക്കോട്ടെ. അല്ല, യൂട്യൂബിൽ റെക്കോർഡായിട്ട് വരുന്നുണ്ട്, അതാണ്. ഓക്കെ, മോനെ എങ്ങനെയാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അതേപോലെ അവതരിപ്പിച്ചോ കേട്ടോ. ഞാൻ പാടട്ടെ? Cup and saucer, cup and saucer, ready for tea, ready for tea. How many children? How many children? 1, 2, 3. 1, 2, 3. Bed and pillow, bed and pillow. Ready for sleep, ready for sleep. How many children? How many children? 4, 5, 6.
4, 5, 6. Chair and table, ready for work, ready for work. How many children? How many children? 7, 8, 9. 7, 8, 9. കഴിഞ്ഞു. കഴിഞ്ഞോ? ഓക്കെ, അടുത്തത് നീന. How many fingers do you have? How many fingers do you have? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. How many fingers do you have? 10 fingers do you have? ഓക്കെ, നല്ലതായിരുന്നു കേട്ടപ്പോ. സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു. പിള്ളേരുള്ളതുകൊണ്ടേ ഭയങ്കര ഒച്ചയുണ്ടാവും. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർത്തത് കുറച്ചുകൂടി. കുഴപ്പമില്ല, കുട്ടികളൊക്കെ നമുക്ക് മനസ്സിലാവും വെക്കേഷൻ ഞാൻ ആണ്. എന്തോ കാണിക്കണേ നോക്കിട്ട് അവർ ഓടി വരും. ഇപ്പൊ 2 പ്രാവശ്യം മാറ്റി വിട്ടതാ. ഓക്കേടാ, കുഴപ്പമില്ല. അഫ്ന. Yes, ma'am. Ma'am, പറഞ്ഞോ. ma'am കേൾക്കാൻ പറ്റില്ലേ? എടാ കേൾക്കാൻ പറ്റണില്ല, മ്യൂട്ട് ഓൺ ആക്കിട്ട് പറഞ്ഞോട്ടാ. വീഡിയോ ഓൺ ആക്കാൻ ചെറിയൊരു വിഷയമുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഓൺ ആക്കി ഇപ്പൊ പാടാം. Hi kids, come on, let's learn the number song. 1, 2, 3, 4, 5, 6, 7, 8, 9. Let us learn the numbers. Let us learn the numbers. 1, 2, 3 to 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Learning numbers make it fun. You can read from 1 to 10. 1 and 2. 1 and 2. Show the numbers on your hands. Write the number on the sand. 1, 2, 1 and 2. 3 and 4. 3 and 4. Show the numbers on your hands. Write the number on the stand. 3 and 4. 3 and 4. 5, 6. Show the numbers on your hands. Write the number on the stand. 5, 6, 7, 8, 9. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഈ ക്യാമറ ഓൺ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. താങ്ക് യു മാം. ആനി റോസ്. മിസ് ഈ സോങ് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാ പറഞ്ഞോടാ. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. Hi kids, come on, let's learn the number song. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Learning numbers makes it fun. You can read to 1 to 10. 1 and 2. 1 and 2. Show the numbers on the hand, write the numbers on the sand. 1 and 2. 1 and 2. Don't you want to sing a song? Learn the numbers makes it fun. Say it. 1 and 2. 3 and 4. 3 and 4. Show the numbers on the door, write the numbers on the shore. 3 and 4. 3 and 4. Say it. 3 and 4. 5 and 6. 5 and 6. എഴുതി വെച്ചേക്കണം കാണാനില്ല. 5 and 6. 5 and 6. Show the numbers on the bricks. Pick the numbers from the bricks. 5 and 6. 5 and 6. Say it.
5 and 6. മിസ് ഇനി ഇങ്ങനെ പോവും. 20 വരെയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നമ്മൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആക്കി പ്രസന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? വേറെ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? വേറെ ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഉണ്ട് മാം. മോൻ പറഞ്ഞോടാ. കാണുന്നുണ്ടോ മിസ്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടാ. 1 2 3 4 5. 5 little ducks went out one day over the hills and far away. Mummy duck said quack, 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 quack. But only 4 little came back. 1, number 1 2 3 4. Oh no, 1 little duck is missing. 4 little ducks went out one day over the hills and far away. Mummy duck said quack, 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 but only 3 little ducks came back. 1 2 3. Oh dear, 2 baby duck are missing. 3 little ducks went out one day over the hills and far away. Mommy duck said quack, 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 but only 2 little ducks came back. 1 2. Only 2 baby ducks came back. Ooh. 2 little ducks went out one day over the hills and far away. Mummy duck said quack, 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 but only 1 little duck came back. Oh, one little went out one day over the hills and far away. Mummy duck said to quack, 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 but no little ducks came back. Oh, all my ducks are missing. Sad mummy ducks went out one day over the hills and far away. Mummy duck said quack, 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 quack. All 5 little ducks came back. 1 2 3 4 5. Yeah. Thank you, ma'am. നല്ല എന്താ പറയാ, നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. Thank you, ma'am. ഓക്കെ, ഇനി ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഇതേപോലെ നല്ലത് വെച്ചാ വേഗം പറഞ്ഞേ വിളിക്കാനുള്ള പേര്. ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ടീച്ചറെ ഞാൻ പറട്ടെ. പറഞ്ഞോളെ ദിവ്യ. Count, count, count is big. Count 2 times from 1 10. 1 2 3 4 5 6 7 8 9 10. Thank you, teacher. അത്രേ ഉള്ളൂ? Teacher.
ഓക്കെ, കുഴപ്പമില്ല, നന്നായിരുന്നു കേട്ടോ. ഇനി ആരാ നെക്സ്റ്റ്? ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? ചെയ്തൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരും വിളിക്കും. ആരും അവതരിപ്പിക്കേണ്ടി വരും കേട്ടോ. ദീപ. ദീപ മിസ്സേ ഞാൻ പാടാം, പക്ഷെ വീഡിയോ ഓൺ ആക്കില്ല, വേറെ സ്ഥലത്താ. കുഴപ്പമില്ല. How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hand? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Clap, 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 clap your hands. Clap, clap, clap your hands. Clap your hands with me. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? മിസ് ഞാൻ പാടാം. ഓക്കെ. മിസ് ഞാൻ വേറൊരു സ്ഥലത്താണ്, വീഡിയോ ഓൺ ആക്കണ്ടല്ലോ. ആസ് യു വിഷ്. പാടട്ടെ? കേൾക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തോടാ. 1, 2, 3, 4. La 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 la. I eat fruit every single day. I eat fruit every single day. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Monday I eat apple. Tuesday I eat papaya. Wednesday I eat cherries. Thursday I don't care. La 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 la. I eat fruit every single day. I eat fruit every single day. Friday I eat mangoes. Saturday some grapes. Sunday I eat berries. I think that fruits are great. La 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 la. Apple, papaya, cherries, mangoes, grapes, berries. Fruits are great. Fruits are great. La 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 la. Thank you, Miss. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഇനി ആരോ? അവതരിപ്പിച്ചോട്ടോ. എൽന അല്ലേ? Yes, ma'am. ഓക്കെ, പാടട്ടെ? ആ. It's a number song. Children, ready? 1, watermelon. 2, 1, 2, 2 pineapples. 3, 1, 2, 3, 3 bananas. 4, 1, 2, 3, 4, 4 apples. 5, 1, 2, 3, 4, 5, 5 mangoes. 6, 1, 2, 3, 4, 5, 6 kiwis. 7, 1, 2, 3, 4, 5, 6, 7 jackfruits. 8, 1, 2, 3, 4, 5, 6, 7, 8 apples. 9, 1, 2, 3, 4, 5, 6, 7, 8, 9 berries. 10, 1, 2, 3, 4,
5, 6, 7, 8, 9, 10. 10 strawberries. Thank you. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. ഇനി ആരാണ്? സോഫി. മാം ഞാൻ 5 വരെ ചെയ്തില്ലേ? ഓക്കേടാ. Oh, bunny, lucky number 1. 1 is sun. Sun like a sun. Oh, bunny, lucky number 2. 2 is shoe. Shoe like a shoe. Oh, bunny, lucky number 3. 3 is tree. Tree like a tree. Oh, bunny, lucky 4. 4 is phone. Phone like a phone. Oh, bunny, lucky number 5. 5 is fly. Fly like a fly. Thank you, ma'am. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. ഇനി ആരാണ്? ടൈം പോണ കുട്ടികളെ. വിനീത. ഓക്കെ, സൗണ്ടിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു 5 വരെ പറയുന്നുള്ളൂ. ഓക്കെ. One finger, turn, turn to a little worm, crawl. 2 finger, turn, turn to a butterfly, fly. 3 finger, turn, turn to a cat, mew. 4 finger, turn, turn to a rabbit, hop. 5 finger, turn, turn to a tiger, roar. ഇതുപോലെ 10 വരെ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ സൗണ്ടിന് ഒരു പ്രോബ്ലം ഉണ്ട് മാം. കുഴപ്പമില്ല, നന്നായിരുന്നു കേട്ടോ. ഓക്കെ. ഇനി ആരാ? ഫൗസിയ. Yes, ma'am. അവതരിപ്പിച്ചു കേട്ടോ. Clap your hands. Listen to the music and clap your hands. Stamp your feet. Listen to the music and stamp your feet. Turn around. Listen to the music and turn around. Jump up high. Listen to the music and jump up high. ഇപ്പൊ പ്രിപ്പയർ ചെയ്താടാ? അല്ല, ഞാൻ മുന്നേ ഇങ്ങനെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കുറച്ച് സോങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്പർ സോങ് ആണ് പറഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല, ആക്ഷൻ സോങ് കുഴപ്പമില്ല കേട്ടോ. നന്നായിരുന്നു കേട്ടോ. ഇനി വേറെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ പാടട്ടെ മിസ്? പറഞ്ഞോടാ. എവിടെയായിരുന്നു? ഓക്കെ. അല്ല, കുറച്ചു നേരമായിട്ട് കാണില്ല ആളാ. പാടിക്കോട്ടെ. Let us learn the numbers. 1, 2, 3 till 10. Let us learn the numbers. 1, 2, 3 till 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Learning numbers makes it fun. 1 and 2, 1 and 2, 1 and 2, 1 and 2. Show the numbers on your hand. Write the numbers on the sand. 3, 4, 5, 6, 7, 8. 3, 4, 5, 6, 7, 8. Write the numbers on the wall. Pick the numbers from the board.
9 and 10, 9 and 10, 9 and 10, 9 and 10. Say the numbers one by one. Jumbo number just for fun. Don't you wanna sing along? Learning numbers makes you strong. Don't you wanna sing along? Learning numbers makes you strong. Thank you, Miss. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? വിനീത. വിനീത ഞാൻ ചെയ്തു മാം ഇപ്പൊ. ചെയ്തല്ലേടാ. ദീപ. ഞാനും ചെയ്തു. ഓക്കെ ഓക്കെ, ഞാൻ ആദ്യം കാണുന്ന പേരുകൾ വിളിക്കുന്നേ കേട്ടാ. മിസ് ഞാൻ പാടാം. ഓക്കെ ഓക്കെ. I have 10 little fingers and 10 little toes, 2 little arms and 1 little nose, 1 little mouth and 2 little ears, 2 little eyes for smiles and tears, 1 little head and 2 little feet, 1 little chin. That's me complete. ഓക്കെ ഏട്ടാ, നന്നായിരുന്നു കേട്ടാ. ഇനി ആരാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഞാൻ പാടാം മാം. പേര് പറഞ്ഞോണ്ടാ. ഫാസില. ഓക്കെ, ഫാസില. 1 2 3 4 5 once a quarter fish alive, 6 7 8 9 10. Then I let it go again. Why did you let it go? Because it bit my finger. So which finger did it bite? The little finger on my right. Thank you ma'am. ഓക്കെ, നല്ല ചെറിയ സോ. ഇനി ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? എനിക്ക് തോന്നുന്നു സ്ട്രെങ്ത് ഒക്കെ കുറയുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ പേര് വിളിക്കാൻ തുടങ്ങിയപ്പോ തോന്നണം. കീർത്തന. 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 മാം ഇന്നില്ല മാം, ഓണാഘോഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം വീട്ടിലെത്തി, അത്ര പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ. കെസി ജോർജ്. കെസി ജോർജ്. മിസ്സേ, ഞാൻ അടുത്ത ക്ലാസ് ചെയ്താൽ മതിയോ? ഞാനൊരു ട്രാവൽ ചെയ്തോണ്ടിരിക്കുവാണ്, അന്നേരം കേൾക്കുക. ഓക്കെ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എന്തായാലും ചെയ്യണം കേട്ടോ. നാളെയാണ്. പ്രിപ്പയർ ചെയ്തോന്നോ? കൃഷ്ണപ്രിയ. മാം ചെയ്യാം. ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം കുട്ടികളുള്ളത്. കുഴപ്പമില്ലാടാ. 1 and 2, 1 and 2. Show the numbers on your hand, write the numbers on your chain. Learning numbers make you strong. 3 and 4, 3 and 4. Show the numbers on the door, write the numbers on the shore. Learning numbers make you strong. 5 and 6, 5 and 6. Show the numbers on the bricks, stick the numbers on the bricks. Learning numbers make you strong. 7 and 8, 7 and 8. See the numbers on the plate, write the numbers on the plate. Learning numbers make you strong. 9 and 10, 9 and 10. Say the numbers on the one, write the numbers with your pen. 9 and 10. Set the numbers on the line. കഴിഞ്ഞു മിസ്സേ. മിസ്സേ വോയിസ് മ്യൂട്ടാണ്. ഓക്കേടാ. സിയ. സിയ. ശ്രീലക്ഷ്മി.
ക്ലാസ്സിന്റെ ടൈം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പം അവതരിപ്പിക്കാത്തവർക്കൊക്കെ അടുത്ത ക്ലാസ്സിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈം ആയിട്ട് പറയണമെങ്കിൽ നമുക്കിനി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. എല്ലാവരും സോഷ്യൽ ഡെവലപ്മെന്റ് വായിച്ചു നോക്കണ്ട, ഇതിലുള്ളതല്ല. എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നൊന്ന് എന്താ പറയാ ഒന്ന് മനസ്സിലാക്കി വരണം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് ആണല്ലോ സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയുടെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ അഭിപ്രായം, ഈ നമ്മുടെ PDF-ലുള്ളതല്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് വരണം കേട്ടോ നാളെ. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഈ നമ്മുടെ PDF-ലെ വായിച്ചു നോക്കി പറഞ്ഞല്ല, അല്ലാണ്ട് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിരിക്കുന്നത്, ഈ ആ വേർഡിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, അതൊന്ന് നോക്കിയിട്ട് വേണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം.